മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ ശ്രമവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തലയുടെ തിരുവനന്തപുരത്തെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭാ പ്രവേശനത്തെ കുറിച്ച് രമേശ് ചെന്നിത്തല പ്രതികരിക്കുമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്കു ശേഷം ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം. I am going to everyone's house. I came here because I have not met him yesterday. He was not there. He went to Guruvayur. So he has come back. So it is my duty to come. I have come here. I am speaking to all the leaders. Ramesh is standing. He will tell whatever he wants to do. നേരത്തെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ടിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ഒന്നിച്ച് മാധ്യമങ്ങളെ കണ്ടെങ്കിലും മന്ത്രിസഭാ പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല. VD സതീശൻ മുഖ്യമന്ത്രിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഗുരുവായൂരിൽ 1-ാം തീയതി ആയതുകൊണ്ട് ഗുരുവായൂരിൽ പോയി ഞാൻ തൊഴുതിട്ട് പത്രക്കാരെ കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു, വളരെയേറെ വ്യക്തിപരമായ ബന്ധങ്ങളുള്ളവരാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ നിന്നുള്ള കേരളത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിനാണ് പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് പാർട്ടി പ്രവർത്തകരും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിറവേറ്റും എന്നാണ് എനിക്ക് പറയാൻ. ഒരു ഉപാധിയില്ല, ഞങ്ങൾ തമ്മിൽ എന്ത് ഉപാധി? ഇതിനിടെ ADGP G ലക്ഷ്മൺ രമേശ് ചെന്നിത്തലയെ കാണാനെത്തി. വിനിത വിജിയുണ്ട് ഡൽഹിയിൽ നിന്നൊപ്പം റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നമ്മൾ ആദ്യം റിനുവിലേക്ക് പോവുകയാണ്. റിനു, രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അത് മറികടക്കണമെങ്കിൽ, ഇല്ലാതാവണമെങ്കിൽ അദ്ദേഹം ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് ലഭിക്കണം, തന്റെ ഒപ്പമുള്ളവരെ മന്ത്രിമാരാക്കണം, അങ്ങനെ തുടങ്ങിയുള്ള ചില ഉപാധികൾ. നിലവിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടുണ്ടോ? അമൽ, ശ്രീനിധി, എന്തായാലും രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തുടർന്നാണ് ദീപാദാസ് മുൻഷി AICCയുടെ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ PV മോഹൻ AICCയുടെ സെക്രട്ടറിയാണ്, സന്ദീപ് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഈ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക്, ദേവദത്തം എന്ന് പറയുന്ന വസതിയിലേക്ക് എത്തി കൂടിക്കാഴ്ച നടത്തിയത്. സാധാരണഗതിയിലുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമാണ് എന്നുള്ളതാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. എല്ലാവരെയും കാണുന്നുണ്ട്. ഇന്നലെ ചെന്നിത്തല നിയമസഭാ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്നുള്ളതാണ്. നിലവിൽ അത് സൗഹൃദ സന്ദർശനമല്ല എന്നുള്ളത് നമുക്കറിയാം. കൃത്യമായിട്ടുള്ള അനുനയ നീക്കം UDFന്റെ നേതൃയോഗം തുടങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. അതിനു മുന്നോടിയായി അദ്ദേഹത്തെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം കൃത്യമായ ആഭ്യന്തര വകുപ്പ് തന്നെ വേണം, ആഭ്യന്തര വകുപ്പ് ലഭിച്ചില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നതടക്കമുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുവാൻ വേണ്ടി എല്ലാ യോഗ്യതയുമുണ്ട് എന്ന് അവകാശപ്പെട്ട ഒരാൾ കൂടിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പെങ്കിലും ലഭിക്കണമെന്നുള്ളതാണ്. നിലവിൽ ധനകാര്യ വകുപ്പ് നൽകി അദ്ദേഹത്തിന് മന്ത്രിസഭയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് UDF നടക്കുന്നത്. ആഭ്യന്തര വകുപ്പ് VD സതീശൻ തന്നെ ഏറ്റെടുക്കുവാനും ഒരു തീരുമാനമുണ്ട്. പക്ഷേ അത് അംഗീകരിക്കില്ല എന്നുള്ളത്. ഒപ്പം ജോസഫ് വാഴക്കനെ KPCC അധ്യക്ഷനായി കൊണ്ടുവരണം. ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമുള്ള MLA-മാരെ മന്ത്രിസഭയിലേക്ക് എത്തിക്കുവാൻ ഒരു നീക്കം നടക്കുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ കടുത്ത ഒരു തീരുമാനത്തിലേക്ക്, നിഗമനത്തിലേക്ക് പോകും എന്നുള്ളതാണ് അദ്ദേഹം ആയി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും നിലവിൽ ഒരു ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ അടക്കം അല്പം മുമ്പ് അദ്ദേഹത്തെ നേരിട്ട്, കേരളത്തിലെ അടക്കം ദേശീയ തലത്തിലെ അടക്കം നേതാക്കൾ അദ്ദേഹത്തെ വന്ന് നേരിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഒരു അനുനയത്തിലേക്ക് പോകുവാൻ വേണ്ടി ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുമ്പാണ് ADGP G ലക്ഷ്മണ അദ്ദേഹത്തെ നേരിൽ കാണാനെത്തിയത്. അതൊരു സൗഹൃദ കൂടിക്കാഴ്ച എന്ന് മാത്രമാണ്, കൺഗ്രാജ് അറിയിക്കാൻ വേണ്ടി മാത്രം എത്തിയതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക് നേതാക്കളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു അനുനയ നീക്കം അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ നിന്ന് UDF നേതൃയോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോകുമെന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അമൽ, ശ്രീനിധി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.